രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ കണ്ണിന് കുളിർമയുള്ളതും കാണാൻ ഇഷ്ടമുള്ളതുമായ കാര്യങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം അടിപൊളിയായിരിക്കുമെന്ന് കേട്ടിട്ടുള്ള കാര്യമല്ല, സത്യമാണ് കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ ഇപ്പം എണീറ്റ് വന്നേ ഉള്ളൂ. നമ്മുടെ ജെറിക്കുട്ടി മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുന്നുണ്ട്. രാവിലെ എണീറ്റ് വന്നാൽ എനിക്കും കുറച്ച് നേരം മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അമ്മ രാവിലത്തെ മുറ്റാടിയൊക്കെ കഴിഞ്ഞ് അടുത്ത പണിയിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ ജെറിക്കുട്ടി രാവിലെ തന്നെ നല്ല ഉഷാറാണ് കേട്ടോ. എന്തായാലും രാവിലെ എണീറ്റല്ലേ ഉള്ളൂ, നമുക്ക് കുറച്ച് നേരം നടക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലെ പുതിയ ആളാണ് കേട്ടോ ഈ ഒരു കുഞ്ഞൻ റോസ. കൊണ്ടുവച്ചിട്ട് അധികം നാളായില്ലെങ്കിലും ആളിതാ പൂവിട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. എനിക്ക് രാവിലെയും വൈകുന്നേരവും ഇതായി മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10-100 വട്ടം വെറുതെ നടക്കണം. എല്ലാ ചെടികളിലും ഇലകളിലൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. രാവിലെ എണീറ്റ് പല്ല് തേച്ചാൽ ഇതേപോലെ എനിക്ക് നടക്കാൻ പറ്റില്ല. കാരണം പല്ല് തേച്ചാൽ എനിക്ക് അപ്പോൾ വിശക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ പല്ല് തേക്കാതെയാണ് കേട്ടോ ഞാൻ ഈ നടക്കുന്ന മുഴുവനും. എത്ര മണിക്കൂർ വേണേലും ഞാൻ പല്ല് തേക്കാതെ നടക്കും. പക്ഷെ പല്ല് തേച്ചാൽ എനിക്ക് അപ്പം തന്നെ ഭക്ഷണം കഴിക്കണം. അതുകൊണ്ട് രാവിലത്തെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ നടന്ന് പതിയെ കുളിച്ച ശേഷമാണ് ഞാൻ പല്ല് തേക്കാറുള്ളത്. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ മൂടും പറ്റി ഒരാൾ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ജെറിക്കുട്ടിയാണ്. ഞാൻ എന്ത് ചെയ്താലും പുള്ളിക്കാരിയും അതേപോലെ ചെയ്ത് എൻ്റെ പിന്നാലെ നടക്കുകയാണ്. നമ്മുടെ മുറ്റം ഒന്ന് നോക്കിയേ. അമ്മ നല്ല നീറ്റ് ആൻഡ് ക്ലീനാക്കി അടിച്ച് വാരി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ഐശ്വര്യം. മനസ്സിന് തന്നെ ഒരു ഭയങ്കര സന്തോഷം തോന്നാണ്. ഈ വയലറ്റ് പൂവെന്ന് നോക്കിയേ, നല്ല രസമല്ലേ കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ടല്ലേ. കുറച്ച് ദിവസം മുമ്പ് വിരിഞ്ഞതാണ് കേട്ടോ. എന്താ പേരെന്നറിയില്ല, നിങ്ങൾക്കിതിൻ്റെ പേരറിയോ? ഈ ഒരു ക്ലൈമറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ ചെടികൾക്കും ഇലകൾക്കും ചുറ്റുപാടിനും ഒക്കെ ആകെ ഒരു മൂഡ് ഓഫ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് നേരത്തെ ചുറ്റിക്കറങ്ങൽ മതിയാക്കി ഞാൻ കുറച്ച് നേരം പത്രം വായിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പണ്ടൊക്കെ നേരം വെളുത്താൽ എന്ത് കിട്ടിയില്ലെങ്കിലും ആദ്യം ന്യൂസ് പേപ്പർ കയ്യിൽ കിട്ടണമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനത്തെ ആ ഒരു ഇതൊന്നും ഇല്ല. എപ്പോഴെങ്കിലും ന്യൂസ് പേപ്പർ കിട്ടിയാൽ കിട്ടി, ആ ഒരു മൈൻഡാണ് ഇപ്പോൾ. ഇത് കണ്ടോ, നമ്മുടെ വീട്ടിൽ പൈസ ഉണ്ടാവാനും ഐശ്വര്യത്തിനൊക്കെ വേണ്ടി നമ്മൾ നട്ടുപിടിപ്പിച്ചേക്കുന്ന ചെടിയാണ് കേട്ടോ ഇത്. പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മ തൂമ്പയായിട്ട് പോണത് കണ്ടത്. എങ്കിൽ പിന്നെ ഇവിടെ വന്ന് നിൽക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ മുതൽ അമ്മ നിധി കിളയ്ക്കുന്ന കാര്യം പറയുന്നുണ്ട്. നിധി എന്താണെന്നറിയാമല്ലോ, നമ്മുടെ ചേനയാണ് കേട്ടോ. അമ്മ ഇവിടെ ഒരു ചേന നട്ടിട്ടുണ്ടായിരുന്നു, അത് കരിഞ്ഞു പോയി. അപ്പോൾ ആ ചേന കുഴിച്ചെടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അമ്മ. വലിയ ചേന കിട്ടണേന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ചേനയാണ് കിട്ടിയത്. കണ്ടില്ലേ, ഇതിൻ്റെ വലിപ്പം കണ്ടിട്ട് ഒരു 10 കറിയിലും വെക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. കാരണം അത്രയും വലിയ ചേനയാണല്ലോ. ഈ ചേനയുടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ അമ്മ തോട്ടി പൊക്കിയത്. പൊക്കത്തെ എവിടെയോ പഴുത്ത പേരയ്ക്ക ഉണ്ടെന്നും പറഞ്ഞ് അത് പറിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് അമ്മ. പേരയ്ക്ക എന്ന് പറഞ്ഞിട്ട് പേരയുടെ ഒരു കൊമ്പ് തന്നെ അമ്മ ഒടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മ പറിച്ച് തന്ന പേരയ്ക്കയാണ് നിങ്ങൾ കാണണം കേട്ടോ. ഇതാണ് അമ്മ എനിക്ക് പറിച്ച് തന്ന നല്ല പഴുത്ത പേരയ്ക്ക. ഇളം വെയിൽ കൊള്ളുമ്പോൾ പച്ച പേരയ്ക്ക പഴുത്തതായിട്ട് കാണും. അമ്മയും തെറ്റു പറയാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ. ഇളം വെയിൽ കൊള്ളുമ്പോൾ പച്ച പേരയ്ക്ക പഴുത്തതായിട്ട് കാണുന്നത് സ്വാഭാവികം, അമ്മയെ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ സൂര്യൻ നമ്മുടെ തലയ്ക്ക് മീതെ എത്താറായി. ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ.